നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വയനാട്ടിൽ നടന്ന ദുരന്തത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കേരളത്തിലെ സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു. സർക്കാർ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും ശ്രദ്ധിച്ചില്ലെന്നുമൊക്കെ വിളിച്ചു പറയുന്ന പിണറായി വിജയൻ പഴയതെല്ലാം മറന്ന് കൂക്കി വിളിക്കുകയാണ്. താൻ ഭരണത്തിലേറി 8-ാം വർഷം വയനാടിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഒലിച്ചുപോയതും നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞതും ആയിരക്കണക്കിന് ആളുകൾ അനാഥരായതും 10,000-കണക്കിന് ആളുകൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടതും ആരുടെ അനാസ്ഥയാണ് എന്നുള്ളത് കൂടി പിണറായി വിജയൻ തന്നെ പറയണമായിരുന്നു. കാരണം ഇദ്ദേഹം ഇപ്പോൾ നടത്തിയ 100-ാം കിട രാഷ്ട്രീയ പ്രസംഗം പോലെ അന്നാരും ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. പ്രകൃതിയുടെ താണ്ഡവത്തിൽ ഒരാളും പിണറായിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കയ്യും മെയ്യും മറന്നാണ് സഹായിച്ചത്. ഇതിപ്പോൾ ചീപ്പ് രാഷ്ട്രീയം കളിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കൂടി ജനങ്ങൾ അറിയണം. അതായത് ചൂരൽമല മഹാദുരന്തത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും മുൻപേ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലും ജീവനഷ്ടവും ഉയർത്തുന്നത് ഗുരുതരമായ ചോദ്യങ്ങളാണ്. കേരളം എപ്പോഴാണ് ഈ മരണങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നറിയില്ല. ആരാണ് മുന്നറിയിപ്പുകൾ അവഗണിച്ചത് എന്നുള്ളതും വ്യക്തമായി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണ പാതയിൽ കല്ലാടി പഞ്ചായത്തിലുണ്ടായ ദുരന്തത്തിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാര്യമായ മഴയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് അപകടം നടന്നതെന്ന് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചൂരൽമല ദുരന്തമുണ്ടായത് ദിവസങ്ങളോളം നീണ്ട പേമാരിക്കു ശേഷമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത്തവണ സംസ്ഥാനത്ത് മൊത്തം മഴ കുറവായിരുന്നു. വയനാട്ടിൽ സാധാരണയേക്കാൾ 57% മഴ കുറവാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. എന്നിട്ടും ഇത്രയും കുറഞ്ഞ മഴയിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായത് സ്വാഭാവിക പ്രതിഭാസമല്ലെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുന്നിൻ്റെ സ്വാഭാവിക ചരിവും വെള്ളത്തിൻ്റെ ഒഴുക്കും തുരങ്ക നിർമ്മാണത്തിനായി മാറ്റിമറിച്ചതാണ് ദുരന്തത്തിന് വഴിവെച്ചത് എന്ന സത്യം മറച്ചുവെക്കാനാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഈ അട്ടഹാസ നാടകം. കാരണം മുഖ്യമന്ത്രിയായ താനും റോഡ് മന്ത്രിയായിരുന്ന മരുമകനും കൂടി എടുത്ത തീരുമാനമാണ് ഈ തുരങ്കപാത. കേരയിൽ നടക്കാതെ വന്നപ്പോൾ കൊണ്ടുവന്ന മറ്റൊരു വൻകിട പദ്ധതി. കുന്നുകൾ മുഴുവൻ ബലമില്ലാതെ കിടന്നിട്ടും അത് തുറക്കാനായിരുന്നു രണ്ടുപേരും പദ്ധതിയിട്ടത്. 2021 പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. വയനാട് എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണെന്നും മണ്ണിടിച്ചിൽ സാധ്യത അതീവ ഗുരുതരമാണെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2025 മാർച്ചിൽ സംസ്ഥാന സർക്കാർ പരിസ്ഥിതി അനുമതി നൽകി. എന്തിനു വേണ്ടി എന്ന് എല്ലാവർക്കും ഈ അനുമതിയെ സംബന്ധിച്ചറിയാം. പിണറായിയുടെ നിർബന്ധം മൂലം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാരും പച്ചക്കൊടി കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നടന്ന മരണത്തിൻ്റെ പച്ചമണം മാറും മുൻപെയാണ് തുരങ്കപാത പദ്ധതിക്ക് അനുമതി ലഭിച്ചത്. അതീവ ദുരന്ത സാധ്യതയുള്ള മേഖലയിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുന്നതെന്ന് രേഖകളിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടും എങ്ങനെയാണ് ഇത് സാധിച്ചതെന്നാണ് ചോദ്യം. പിണറായിക്കും അതെല്ലാം സാധിക്കും. പ്രതിപക്ഷം വേണ്ട എന്ന് പറഞ്ഞതാണ്. വികസന വിരോധികളാക്കി മാറ്റി പിന്നീട് അവരെ. പരിസ്ഥിതി അനുമതിയിൽ പോലും അപകട സാധ്യതകൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുടെ വിശദമായ പഠനം വേണം. നിയന്ത്രിത സ്ഫോടന രീതി സ്വീകരിക്കണം. നീക്കം ചെയ്യുന്ന മണ്ണ് സുരക്ഷിതമായി സംസ്കരിക്കണം. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത്. ഭൂചലനവും പ്രകമ്പനവും നിരന്തരം നിരീക്ഷിക്കണം തുടങ്ങി കർശന വ്യവസ്ഥകളാണ് ഇതിൽ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഉയരുന്നത് സാക്ഷാൽ പിണറായിയുടെ നേർക്കാണ്. ഭരണം പോകുന്നതിന് മുൻപ് പണി തുടങ്ങിയില്ലെങ്കിൽ കിട്ടേണ്ടുന്ന കമ്മീഷൻ കിട്ടില്ല, അത് തന്നെയാണ് കാര്യം. എന്നാൽ അനുമതി നൽകുമ്പോൾ നിർദ്ദേശിച്ച കർശന നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും വരെ തുരങ്കപാത നിർമ്മാണം നിർത്തിവെക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് തിരക്കിട്ട പരിപാടിയിൽ സംഭവിച്ച ദുരന്തമാണ്. അത് മറച്ചുവയ്ക്കാൻ പിണറായി വിജയൻ ഇപ്പോൾ കൂക്കിവിളി നടത്തുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വികസന പദ്ധതികൾക്ക് സർക്കാർ എതിരല്ല. എന്നാൽ വികസനത്തിന്റെ പേരിൽ മനുഷ്യജീവൻ പണയം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. ദുരന്ത സാധ്യത മുൻകൂട്ടി രേഖപ്പെടുത്തിയ പ്രദേശത്ത്
മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കാതെ മുന്നോട്ടു പോയ തീരുമാനങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് ഉയരുന്ന ആവശ്യം. മുണ്ടക്കൈ ദുരന്തം മുന്നറിയിപ്പായിരുന്നെങ്കിൽ കല്ലാടി നാം ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ്. പ്രകൃതിയുടെ മേൽ പഴിചാരാനാവില്ല ഒരിക്കലും നമുക്ക്. അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ. ഇനി എത്ര ഒച്ച വെച്ചാലും ഈ പാപത്തിൽ നിന്നും കൈകഴുകാൻ അദ്ദേഹത്തിന് ഒരു കാലത്തും ആകില്ല.